എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലിന് ചായ കൊണ്ട് കൊടുക്കുകയാണ് ശ്രീദേവി. ഈ സമയത്ത് ധർമ്മനും ആരും ചായ കുടിച്ച് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീദേവിയുടെ ബാലൻ പറഞ്ഞു, അതെ ഇന്ന് കുറച്ച് തേയിലപ്പെട്ടികൾ വരും, അവരോട് പറഞ്ഞു ധർമ്മനോട് പറഞ്ഞേരെ അത് കയറ്റി ഈ തിണ്ണയിലേക്ക് വെച്ചേക്കാൻ പറഞ്ഞേരെ, ബാക്കി കുറച്ചു മാത്രം കൊണ്ട് കടയിൽ വെച്ചാൽ മതിയില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എന്ന് ആലോചിച്ചു. പിന്നീട് ശ്രീദേവി പറഞ്ഞു, അതെങ്ങനെ ശരിയാവാൻ ബാലച്ചാന്ന് ചോദിക്കുക. അതെന്താ, തിണ്ണയിലിരുന്നല്ലേ മിത്ര കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണമെന്ന് ചോദിക്കുകയാണ്. ട്യൂഷൻ എടുക്കുന്നോ? അത് ബാലച്ച, അപ്പൊ ബാലച്ചൻ അറിഞ്ഞില്ലായിരുന്നു ചോദിക്കുകയാണ്. എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെയാണ് പിന്നീട് ശ്രീദേവിയുടെ പ്രവൃത്തികൾ. അല്ല ഞാൻ അറിഞ്ഞില്ല, എന്താ മോളെ പറയണേന്ന് ചോദിക്കുക. അതെ ഇന്നലെ മുതൽ മിത്ര ഇവിടെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയെന്ന് പറയാം. ഞാൻ കരുതി ബാലച്ചനോട് പറഞ്ഞു കാണുമായിരിക്കുന്നു. അയ്യോ, ബാലച്ചനോട് പറയാതെയാണോ അപ്പൊ അവര് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലെന്ന് പറയണേ. ഇത് കേട്ടോണ്ട് ആരും പുറത്തേക്കുന്നുണ്ടായിരുന്നു. ആരിനും മനസ്സിലായി അച്ഛന്റെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ മതി, ഇനിയിപ്പോ അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റാനായിട്ടെന്ന്. പിന്നീട് ബാലൻ പറഞ്ഞു, അല്ല ഇന്നലെ മുതലാണ് മോളോട് ആരാ പറഞ്ഞേ? ഇന്നലെ മുതലാണ് ട്യൂഷൻ എടുക്കാനായിട്ട് തുടങ്ങിയത്. അത് മാത്രമല്ല അമ്മയെ സപ്പോർട്ടായിരുന്നു, അമ്മയും മിത്രയും കൂടെ ചേർന്നിട്ടാണ് ട്യൂഷന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതെന്ന് പറയാണ്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ബാലനൊരു കാര്യം മനസ്സിലായി. അപ്പൊ എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് തനിക്കിട്ട് പണി തരുക. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്താ ബാലച്ചൻ മിണ്ടാത്തെ? ബാലച്ചന് വിഷമമായോ? ഞാൻ കരുതി ബാലച്ചനോട് പറഞ്ഞു കാണുമായിരിക്കുന്നു. കുടുംബത്തിലുള്ള മൂത്തയാള് വേണ്ടേ ഈ കാര്യങ്ങളൊക്കെ ആദ്യം അറിയാനായിട്ട്? അല്ലെങ്കിലും ട്യൂഷനൊക്കെ എടുക്കുവാണെങ്കിൽ ബാലച്ചനോട് ചോദിക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. അല്ലെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്യുവാണ് ചെയ്യുന്നേ. എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഒക്കെ അറിയും. ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യവും ഉണ്ടെങ്കിലും സംസാരിക്കും. അച്ഛനായിരിക്കും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അല്ല ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീരുമാനങ്ങളും എടുക്കില്ല എന്ന് പറയാം. ഇവിടെ ബാലച്ചന് ഒരു വിലയും തന്നില്ലല്ലോ. ഇനിയിപ്പൊ തോന്നിക്കാണോ അവർക്ക് ബാലച്ചനോട് പറയണ്ടാന്ന്, അതുകൊണ്ടായിരിക്കും പറയാത്തേന്ന് പറയാ. ബാലച്ചൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ ട്യൂഷൻ എടുക്കുന്നതല്ലേ, ഇനിയിപ്പൊ അതിന്റെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോവൊന്നും വേണ്ട എന്നൊക്കെ പറയാണ്. കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ബാലന്റെ മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം കൂടെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അകത്തേക്ക് കയറി പോണം. ബാലിനിങ്ങനെ എരിപൊരി കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓഹോ, അപ്പൊ അതാണ് കാര്യം. തന്നോടും ഒരു വാക്ക് പോലും പറയാതെയാണ് ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ താൻ ഇവിടുത്തെ ആരാ എന്നൊരു ചിന്ത ബാലിന്റെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ശ്രീദേവി ഇങ്ങനെ അടുക്കളയിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഇന്ന് മിത്രയും അമ്മയും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന കഴിയുമ്പത്തിനും ബാലച്ചൻ പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ബാലച്ചൻ അങ്ങനെ വിളിച്ചു പറയാ, ഞാനാണ് ട്യൂഷന്റെ കാര്യം പറഞ്ഞതെന്ന്. ദൈവമേ, അങ്ങനെയാണെ പ്രശ്നമാവുമല്ലോ. മിത്രയ്ക്ക് പിന്നെ തന്നോട് ദേഷ്യമാവും. ദൈവം അങ്ങനെയൊന്നും പറയാനായിട്ട് ഇടവരല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കറക്കി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആനന്ദ് അങ്ങോട്ടേ വരുന്നേ. ആനന്ദ് പുറയുന്നു വന്നിട്ട് ടോന്നും പറഞ്ഞിട്ട് ഒറ്റ പേടിപ്പിലായിരുന്നു. പെട്ടെന്ന് ശ്രീദേവി ഞെട്ടിപ്പോയി. എന്താ ആനന്ദട്ട നീ ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ വെറുതെ ഇത് പേടിപ്പിച്ചല്ലേ? പിന്നെ പേടിപ്പിച്ചു, ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടോന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആനന്ദ് എന്ത് ചെയ്യണം, പുറയുന്നു പോയി ശ്രീദേവിനെ കെട്ടിപ്പിടിക്കുകയാണ്. വിട്, എന്നിട്ട് ആരെങ്കിലും കാണുമെന്ന് പറയണ. ആരെ കാണാനായിട്ട്? അല്ല അമ്മയൊക്കെ എന്തിയെ? അമ്മയും മിത്രം കൂടെ ക്ഷേത്രത്തിൽ പോയേക്കോന്ന് പറയാം. എന്നാ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവിനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു. അപ്പൊ ശ്രീദേവി പറഞ്ഞു, എന്തി ആരെങ്കിലും വേറെ ആരെങ്കിലും അടുക്കളയിലേക്ക് കയറി വന്നാലോ? ആര് വരാനെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ആനന്ദന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ശ്രീദേവി പറഞ്ഞു, കല്യാണത്തിന് മുമ്പ് എന്റെ മനസ്സിലുള്ള പോലെ തന്നെയാ എന്റെ ഇപ്പം ജീവിതം പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാം. അതെന്താ? എന്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു അടുക്കളയിൽ ഇങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദേട്ടൻ അടുക്കള വരണമെന്നും എന്നെ പുറയുന്ന കെട്ടിപ്പിടിക്കണമെന്നും ഇങ്ങനെയൊക്കെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയാം. ആണോ? ശരിക്കും അങ്ങനെ തന്നെയാണെന്ന് നിൽക്കും. അതെ ആനന്ദേട്ടാ, ശരിക്കും അങ്ങനെ തന്നെയാന്ന് പറയണ. പിന്നീട് അതെല്ലാം പറഞ്ഞതിന് ശേഷം ശ്രീദേവി കറിക്കരിയാൻ തുടങ്ങിയപ്പോ ആനന്ദ എന്ന് ക്യാരറ്റ് എടുക്കാൻ തുടങ്ങണം. ആനന്ദേട്ടൻ എന്താ കാണിക്കുന്നത്? അവിടെ വെക്കാൻ പറയണ. ഈ അമ്മ ഇങ്ങനെ തന്നെയാ, അടുക്കള കയറി ഒരു തേങ്ങാക്കൊത്തോ ക്യാരറ്റോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അങ്ങോട്ട് ചീത്ത പറയും. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഒരു പീസ് എടുത്തോ. കറിക്ക് അരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് എനിക്കും ഇഷ്ടമില്ല ഇത് എടുക്കണേ, ഞാൻ കൈക്കിട്ട് നല്ല കുത്തു വെച്ചുതരുമെന്നൊക്കെ പറയണ. അങ്ങനെ അവരോട് സംസാരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞു. ബാലൻ ഇങ്ങനെയാണെങ്കിൽ ആകപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെരികിനെ പോലെ ഇങ്ങോട്ടും ഉലാത്തുക. ഒരിടത്ത് നിൽക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. കാരണം ശ്രീദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. തനിക്കിവിടെ എന്താ വിലയുള്ളതെന്ന് ഓർത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയും മിത്രയും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വരുവാണ്.
അങ്ങനെ വന്നപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, ഇതാ ബാലേട്ട പ്രസാദം എന്ന് പറയണം. അവളുടെ ഒരു പ്രസാദം. ദേ നീയാണോ ഗോമതി ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് ചോദിക്കാം. ഇതെന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ പറയണേ? ഗോമതിക്ക് കാര്യമൊന്നും മനസ്സിലാകത്തോണ്ട് ഗോമതി വലിയ സില്ലിയായിട്ടാണ് ഇങ്ങനെ സംസാരിക്കണേ. അല്ല ഇപ്പൊ നിനക്കൊന്നും അറിയത്തില്ലല്ലേന്ന് ചോദിക്കണേ. എന്ത്? ആരോട് ചോദിച്ചിട്ട് അവിടെ ട്യൂഷൻ എടുക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ ഒച്ചപ്പാടും മേളവും എല്ലാം കേട്ടോണ്ട് ആനന്ദും ശ്രീദേവിയും ധർമ്മനും ആരും എല്ലാം കൂടെ ഹാളിലേക്ക് വന്നു. ഒരു നിമിഷം മിത്ര ഞെട്ടിപ്പോയി. ഗോമതി പറഞ്ഞു, ആ അതാണോ ബാലേട്ട കാര്യം? അത് മിത്രമോള് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി ഇന്നലെ മുതല് ഞാൻ ബാലേട്ടനോട് പറയണമെന്ന് ഓർത്താ, പിന്നെ അത് മറന്നുപോയതാ എന്ന് പറയണം. ഓഹോ, അപ്പം എന്റെ വാക്കിന്റെ വിലയില്ലേ? അപ്പൊ എനിക്ക് ഇവിടെ ഒരു വിലയില്ലല്ലേ എന്ന് ചോദിക്കണം. എന്താ ബാലേട്ടാ ഇപ്പൊ ബാലേട്ടനെ ധിക്കരിച്ച് ആരാ എന്ത് ചെയ്തേ? ഒരു ട്യൂഷൻ എടുക്കുന്ന അത്ര വലിയ കുറ്റമാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, കുറ്റമൊന്നുമല്ല, പക്ഷെ ഈ വീട്ടില് അതൊക്കെ നടക്കണമെങ്കിൽ എന്റെ പെർമിഷൻ വാങ്ങണം. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന വീടാ, ഇവിടെ എന്ത് നടക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കണം എന്ന് പറയാം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അതെ അങ്കിളെ അങ്ങനൊന്നും പറയരുത്, തെറ്റെന്റെ ഭാഗത്താ, ഞാനായിരുന്നു പറയേണ്ടിരുന്ന ആള്, ഞാൻ പറയണമെന്ന് വിചാരിച്ച, പക്ഷെ ഇന്നലെ വൈകുന്നേരം എന്തോ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറയാനായിട്ട് പറ്റിയില്ല, അപ്പൊ ഇന്ന് പറയാന്ന് കരുതി ഇരുന്നാ, സോറി അച്ഛാന്ന് പറയണ. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞതേ, എന്നോട് ചോദിച്ചിട്ടാ മിത്ര ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയെന്ന് പറയണം. ഓഹോ, നിന്നോട് ചോദിച്ചിട്ടാണോ? നീ ആള് കൊള്ളാലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഇത് എന്റെ വീടാന്ന് ഞാൻ പറഞ്ഞു, അത് നീയല്ല ഒന്നിനും അനുമതി കൊടുക്കണ്ടേ, ഞാനാണ്. കാരണവന്മാരുടെ സ്ഥാനത്തിരിക്കുന്ന ആള് ഞാനാണ്. അതുകൊണ്ട് എന്നോട് ചോദിച്ച എന്റെ പെർമിഷനോട് കൂടി വേണം ഇവിടെ ഓരോന്ന് ചെയ്യാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ നിന്റെ ഇത് ചൊൽപ്പടിക്ക് നിർത്തുമല്ല ഇവിടെ എല്ലാരും ചെയ്യണ്ടേ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എന്താ ആളെ ഇങ്ങനെയൊക്കെ പറയണേ? അവൾ പാവം കുട്ടിയല്ലേ, അവളൊന്ന് ട്യൂഷൻ എടുത്തെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? ട്യൂഷൻ എടുത്ത പോലും അവളെ ട്യൂഷൻ എടുത്തിട്ടില്ലെങ്കിലേ നാട്ടുകാരെന്ത് പറയും? ഓ, ഇവള് ട്യൂഷൻ എടുത്ത് ഇവളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാനാ, ഇവൾക്ക് അതിനെ പോലെയുള്ള പൈസ ഈ കുടുംബത്തിൽ നിന്ന് ആരും കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, കൃഷ്ണമംഗലത്തുള്ളവരറിഞ്ഞാലോ ഇതിൽ പരൊരു നാണക്കേട് വേറെ ഉണ്ടാവാനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് എന്താ വിചാരിക്കുന്നേ? എന്നെ വെറും കൊച്ചായിട്ട് കാണത്തില്ല എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അതിനകത്ത് ഇപ്പൊ എന്താ ആളെ ഇരിക്കുന്നേ? അവൾ അവളുടെ സ്വന്തം ആവശ്യത്തിന് ട്യൂഷൻ എടുക്കുന്നു. 2 പിള്ളേർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നത് അത്ര വലിയ മോശപ്പെട്ട കാര്യമാണ്. നിൽക്കും, മോശപ്പെട്ട കാര്യമൊന്നുമല്ല, പക്ഷെങ്കില് ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ലാന്ന് പറയണം. ആര്യം പറഞ്ഞു, അവൾ എന്റെ ഭാര്യയാണ്, ഞാൻ പറഞ്ഞിട്ട് അവള് ട്യൂഷൻ എടുത്തോണ്ട് അച്ഛൻ എന്താ കുഴപ്പമിരിക്കണേ? അവള് വേറെ തെറ്റും ചെയ്യുന്നൊന്നുമില്ല, ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെയാ. അതിപ്പോ ഇവിടെ അവള് നിൽക്കുന്നോണ്ട് ഇവിടെ വെച്ച് എടുക്കുന്നു, അതിനിപ്പോ അച്ഛൻ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ആരിനങ്ങ് വായി വന്നെല്ലാം വിളിച്ചു പറയണം. ആരും നല്ല ദേഷ്യം വന്നു, കാരണം എത്ര എന്ന് വെച്ചാൽ സഹിച്ചു ക്ഷമിച്ചും നിക്കണേ. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വാക്കിന് മേലെ ഇവിടെ ഒരു വാക്ക് വേണ്ട. എന്നെ അനുസരിച്ച് നിൽക്കാൻ പറ്റുന്നവരൊക്കെ കൂടെ നിന്നാ മതി, അല്ലാത്തവർക്കൊക്കെ ഈ വീട്ടിൽ നിന്ന് പോകാന്ന് പറയണം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, എന്താ ബാലേട്ട ഈ നിസാര കാര്യത്തിന്? ദേ നീ മിണ്ടരുത്, നിസാര കാര്യം ഒറ്റൊരെണ്ണം കൂടെ വെച്ച് തന്നാണ്ടല്ലോ, അവളുടെ ഒരു നിസാര കാര്യം വന്നിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ ധിക്കരിച്ച് ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരിക്കില്ലെന്ന് പറയണ. ആനന്ദ് പെട്ടെന്ന് പറഞ്ഞു, എന്താ അച്ഛാ അത് മിത്ര പറയാണ്ടിരിക്കും എല്ലാരും ചോദിക്കും. പെട്ടെന്ന് ശ്രീദേവി ആനന്ദിനോട് പറഞ്ഞു, എന്താ ആനന്ദേട്ടാ മൂത്തോര് സംസാരിക്കുമ്പോ ഇങ്ങനെയാണോ എന്റെ ഇടയ്ക്ക് കയറി പറയണോ? ബാലച്ചൻ ഒരു കാര്യം പറയുമ്പോ നമ്മളത് അംഗീകരിച്ചു കൊടുക്കുമല്ലേ ചെയ്യണ്ടേ എന്നൊക്കെ ശ്രീദേവി പറയണം. ആനന്ദ് പറഞ്ഞു, നീ ഒന്നാളും മിണ്ടായിരുന്നേന്ന് പറയാണ്. പിന്നീട് ബാലൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ മിത്രയ്ക്ക് സങ്കടമായി. മിത്ര അടുക്കളയിലേക്ക് പോയി ഇന്ന് കരയുവാണ്. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ഗോമതി വന്നിട്ട് പറഞ്ഞു, എന്താ മോളെ ഇത്? പോട്ടെ, ബാലേട്ടന്റെ സ്വഭാവം അറിയാവുന്നല്ലേന്ന് ചോദിക്കാം. മിത്ര പറഞ്ഞു, സ്വഭാവം അറിയാവുന്നതാണ് പോലും. അല്ല അങ്കിൾ ഇത് എന്ത് ഭാവിച്ചാ? ഞാൻ എന്നെ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. 2 കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് അത്ര വലിയ കുറ്റമാണോ? എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് പറയാം. അതെ, ബാലേട്ടൻ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ലേ, അത് വിട്ടുകളയെന്ന് പറയണ. അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് പറഞ്ഞു, ചേച്ചിക്ക് നിസ്സാര കാര്യ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ചേച്ചി ചീത്തയാക്കാൻ തുടങ്ങിയതല്ലേ. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ബാലേട്ടൻ കാര്യമുള്ള കാര്യത്തിനല്ലേ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ കാര്യമുള്ള കാര്യം എന്തിനും ഏതിനും ഉണ്ട് ഇങ്ങനെ തന്നെ. ചേച്ചി സഹിച്ചതിന് ക്ഷമിച്ച് നിൽക്കുന്ന പോലെ മറ്റുള്ളവർ നിൽക്കണം എന്നില്ല. അതെ, മിത്ര ഇവിടുത്തെ മരുമോളാണ്, അറിയാലോ. മിത്ര മാത്രമല്ല, മീനാക്ഷി, ശ്രീദേവി എല്ലാവരും അതെ. ഒരു പക്ഷെ ചേച്ചി കേട്ടിരിക്കുന്ന ചീത്ത വാക്കുകളൊന്നും ഇവര് കേട്ട് നിന്ന് വരത്തില്ല, ഇവരെല്ലാം ഇപ്പൊ പ്രതികരിച്ചെന്നിരിക്കുമെന്ന് പറയാം. മിത്ര പറഞ്ഞു, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു പക്ഷെ ഞാൻ പറയാതിരുന്ന് തെറ്റായി പോയി, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ര മാത്രം ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് മിത്ര വീണ്ടും കരയുവാണ്. ഇത് കണ്ടപ്പോൾ ഗോമതിക്കും ധർമ്മനും ഒന്നും സഹിച്ചില്ല, അവർക്കും ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് ധർമ്മം പറഞ്ഞു, പോട്ടെ, ഇനിയിപ്പോൾ അതിനെ ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും ആരിനെ എല്ലാവരും അങ്ങോട്ട് വരുന്നേ. ആ സമയം മിത്ര പറഞ്ഞു,
എനിക്ക് വിഷമം അതല്ല, ആരെന്നെ സഹായിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ട്യൂഷനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ തന്നെ. ഇനിയിപ്പോൾ ഈ ട്യൂഷൻ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആരെന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ, പാവം ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അത് ഞാനെങ്കിലും മനസ്സിലാക്കണ്ടേ എൻ്റെ ഭർത്താവിൻ്റെ കഷ്ടപ്പാട്, അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കോമതി പറഞ്ഞു, പോട്ടെ മോളെ, നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് മിത്രനെ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് മിത്ര ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വന്ന് ഹാളിലിരിക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു. ശ്രീദേവി എന്നിട്ട് പറഞ്ഞു, പോട്ടെ മിത്രേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണം. അതെ, ബാലച്ചനോട് പറഞ്ഞിട്ട് വേണ്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര എന്നെ വന്ന് സോപ്പിടുവാണ്. ഇത് കേട്ട മിത്ര പിന്നെ ഒരു ദിവസം ഒന്ന് പറയാൻ വൈകിയെന്ന് ഓർത്തിപ്പോ എന്താ, ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല. ഇവിടെ ഇന്നത്തെ കാലത്ത് അച്ഛനും മക്കളും എല്ലാവരും തമ്മിൽ നല്ല ടേംസിലായിരിക്കും. അവർ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കും. അല്ലാതെ അച്ഛൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പേടിച്ച് മാളത്തിൽ കയറി ഒളിക്കുന്ന കുട്ടികളല്ല ഇന്നത്തെ കാലത്തുള്ള. അത് അച്ഛനാണ് മനസ്സിലാക്കാത്തതെന്ന് പറയണം. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, ശരിയാ പറഞ്ഞേ, പക്ഷെ അച്ഛന് സ്വഭാവം അറിയാലോ. അച്ഛന് നമ്മൾ എതിർത്ത് സംസാരിക്കാൻ പാടുണ്ടോ നിൽക്കുക. ആരെതിർത്തു? ഉള്ള കാര്യം പറയണ എതിർത്ത് സംസാരിക്കുന്നതാണോ? നമുക്ക് നമ്മുടേതായ അഭിപ്രായമില്ലേ, നമ്മുടേതായ വ്യക്തിത്വം ഇല്ലേ? അത് ആരുടെ മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ല. അച്ഛനച്ഛൻ പ്രായക്കൂടുതലുണ്ട്, കുറെ കാലം കൂടെ നമ്മളെക്കാളും കൂടുതൽ ജീവിച്ച എന്നും പറഞ്ഞുകൊണ്ട് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് പറഞ്ഞാൽ മതി. ഒരു ശരിയായിട്ടൊരു കാര്യം ചെയ്യുമ്പം അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. അതിപ്പോ ഒരു കൊച്ചു കുട്ടിയാണെ പോലും ഇതിന് ഇങ്ങനെ ദേഷ്യപ്പെടുവാണോ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ട്യൂഷൻ മുടക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് ചെയ്യണ്ടേ? അതൊന്നും അത്ര ശരിയായ കാര്യമില്ല ശ്രീദേവേച്ചി. എനിക്കൊന്നും ഒട്ടും അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ശ്രീദേവി ഇരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.